ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 152 എപ്പിസോഡ്. മരിയസ്തുതി എന്ന നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഏതെല്ലാം തിരുവചനങ്ങൾ കൊണ്ടാണ് അത് രൂപപ്പെടുത്തിയത് എന്നാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഇത് ഗബ്രിയേൽ മാലാഖ പറഞ്ഞതാണ്. പിന്നത്തെ ഭാഗം, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അത് എലിസബത്ത് പറഞ്ഞതാണ്. അതിൻ്റെ ഒരു ആമുഖം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇപ്പം നമുക്കതിൻ്റെ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. വാസ്തവത്തിൽ 5 കാര്യങ്ങളാണ് ഈ ലൂക്കാസിന് സുവിശേഷം 1-ാമത്തെ അധ്യായം 42 മുതൽ 45 വരെ വാക്യങ്ങളിൽ എലിസബത്ത് പറയുന്നത് 5 കാര്യങ്ങളാണ് മറിയത്തെക്കുറിച്ച്. 5 കാര്യങ്ങളാണ് എലിസബത്തിൻ്റെ സ്തുതിപ്പിലുള്ളത്. ഒന്ന്, മറിയത്തിൻ്റെ ഇരട്ട വാഴ്വ്. മറിയത്തിന് 2 ഭാഗ്യങ്ങളുണ്ട്. ഒന്ന്, സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൾ. രണ്ടാമത്തെ വാഴ്വ്, അവളുടെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. അവ മറിയത്തിൻ്റെ ഇരട്ട വാഴ്വ്, അതാണ് ഒന്നാമത്തെ കാര്യം. 2, കർത്താവിൻ്റെ അമ്മയാകാനുള്ള ഭാഗ്യം. 3, കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചവളുടെ ഭാഗ്യം. 4, അവൾ അഭിവാദനം കൊണ്ടുവന്ന സന്തോഷം ആ കുടുംബത്തിന്, സക്കറിയാസിൻ്റെയും എലിസബത്തിൻ്റെയും കുടുംബത്തിന്. പിന്നെ 5, അവൾ കൊണ്ടുവന്ന പരിശുദ്ധാത്മൻ്റെ അഭിഷേകം. ഇങ്ങനെ 5 കാര്യങ്ങളാണ് അവളുടെ സ്തുതിപ്പിലുള്ളത്. അതിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇന്ന് നമ്മൾ കാണുന്നത് സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന ആ പ്രയോഗമാണ്. പഴയ നിയമത്തിൽ 2 പ്രാവശ്യം ഈ വചനം കാണുന്നുണ്ട്. സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൾ എന്നുള്ള വചനം കാണുന്നുണ്ട്. ഒന്ന്, ന്യായാധിപന പുസ്തകം 5-ാമത്തെ അധ്യായം 24-ാം വാക്യം. യായേലിനെ കുറിച്ച് ദെബോറ ഒരു കീർത്തനം രചിച്ചിരുന്നു. ദെബോറയുടെ കീർത്തനത്തിൽ കാനാന്യ സൈന്യത്തലവനായ സിസേറായുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിക്കാൻ അയാളുടെ തലയിൽ മരയാനെ അടിച്ചു കെട്ടി കൊന്ന ഒരു സ്ത്രീയാണ് യായേൽ. അവളെക്കുറിച്ചൊരു കീർത്തനം ദെബോറ എന്ന പ്രവാചക പാടുന്നുണ്ട്. അതിങ്ങനെയാണ്: കേനിനാം ഹേബേറിൻ ഭാര്യ യായേൽ, നാരീജനത്തിൽ ഏറ്റവും അനുഗ്രഹീത, കൂടാരവാസിനി ജനത്തിൽ ഏറ്റവും ധന്യ. ഞാൻ ആ കാവ്യാത്മകമായിട്ട് തന്നെ തർജ്ജമ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ശത്രുവായിരുന്ന സൈന്യത്തലവനെ കൂടാരത്തിലേക്ക് വലിച്ചു കയറ്റിയിട്ട് അല്ലേ, അവന് പാലൊക്കെ കൊടുത്തിട്ട് അവൻ ഉറക്കിക്കിടത്തിയിട്ട് മരയാണി അടിച്ച് ഒറ്റക്കേറ്റ് അവന് കൊന്നു കളഞ്ഞു. അതാണ് യായേൽ. അവളെക്കുറിച്ചാണ് പറയുന്നത് നാരീജനത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൾ, അനുഗ്രഹീത. അത് ദെബോർ എന്ന പ്രവാചക പാടിയതാണ്. പിന്നെ നമ്മൾ കാണുന്നത് യൂദിത്തിൻ്റെ പുസ്തകം 13-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യമാണ്. അസീറിയയുടെ സൈന്യത്തലവനായ ഹോളോഫർണസിനെ വധിച്ച യൂദിത്തിനോട് അന്നത്തെ മഹാപുരോഹിതനായ ഉത്സിയ പറയാണ്: മകളെ, സർവ്വഭൂമിയിലുമുള്ള സകല സ്ത്രീകളിലും വെച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ. അപ്പോൾ ഭൂമിയിലുള്ള സകല സ്ത്രീകളിലും വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അതും ഈ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്ന അസീറിയയുടെ സൈന്യത്തലവൻ ഹോളോഫർണസിനെ കൊന്നതിൻ്റെ വെളിച്ചത്തിലാണ്. അപ്പോൾ യായേൽ ആ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന വാക്കോട് ഉപയോഗിച്ചിട്ടുണ്ട് യായേലിൻ്റെ കാര്യത്തിലും യൂദത്തിൻ്റെ കാര്യത്തിലും. പക്ഷേ എലിസബത്ത് അതേ വാക്കുകൾ എടുത്തിട്ടാണ് മറിയത്തെക്കുറിച്ച് പറയുന്നതെങ്കിലും തീർത്തും വ്യത്യസ്തമായ ഒരു അർത്ഥത്തിലാണ്. ദൈവമാതാവായ മറിയത്തെക്കുറിച്ച് പറയുമ്പോൾ മുൻപുള്ള പൊരുളുകളല്ല ഇപ്പോൾ ഉള്ളത്, വേറെ പൊരുളുകളാണ്. അതേസമയം ഒരു സാമ്യമുണ്ട് താനും. അപ്പോൾ എന്തുകൊണ്ടാണ് എലിസബത്ത് യായേലിനെ കുറിച്ചും പിന്നെ യൂദത്തിനെ കുറിച്ചും പറഞ്ഞ വചനം എടുത്തിട്ട് മറിയത്തോട് പറഞ്ഞു തന്നത് വളരെ പ്രസക്തമാണ്. ചില സാമ്യമുണ്ട്. ഏത് കാര്യത്തിൽ സാമ്യം എന്നറിയാം, വലിയ അന്തരമുണ്ട്. എന്താണ്? യായേലും യൂദിത്തും ഭൗതിക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭങ്ങളിലാണ് അവരെക്കുറിച്ച് അത് പാടുന്നത്. അവർ വീരവനിതകളാണ്. എന്നാൽ മറിയം ദൈവത്തിൻ്റെ വചനത്തിന് വിധേയപ്പെട്ടത് കൊണ്ടാണ് വീര്യം കാണിച്ചത്. വിധേയപ്പെടുക, അനുസരണം, അനുസരിക്കുക. ഈ സൈന്യത്തലോമനെ കൊല്ലുക എന്നുള്ളത് ഒരു വീര്യപ്രവൃത്തി തന്നെയാണ് ശത്രുക്കളുടെ. പക്ഷേ അതൊരു യുദ്ധത്തിലൊക്കെ. പക്ഷേ മറിയം ദൈവത്തിൻ്റെ വചനത്തിന് വിധേയപ്പെട്ടു. അതൊരു വല്ലാത്ത ചങ്കൂറ്റ ആവശ്യമുള്ള സംഗതിയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് വിധേയപ്പെടുക. അതും മറിയത്തിൻ്റെ കാര്യത്തിൽ മറിയത്തിൻ്റെ സകല സ്വപ്നങ്ങളും തകർത്ത ഒരു സംഗതിയായിരുന്നു ഈ ദൈവവചനത്തിന് വിധേയപ്പെടുക. നമ്മളും ദൈവവചനത്തിന് വിധേയപ്പെടുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ തകരും. ദൈവം അങ്ങനെ തകർക്കും. പക്ഷേ അതിലൂടെ വലിയൊരു ഉയർച്ച വരികയും ചെയ്യും. രണ്ടാമത്, ഇസ്രായേലിൻ്റെ ശത്രുക്കളുടെ ശാരീരികമായി ഇല്ലായ്മ ചെയ്യുകയാണ് യായേലും യൂദിത്തും ചെയ്തത്. മറിയോ ദൈവത്തിൻ്റെ ശത്രുവായ സാത്താൻ്റെ തല തകർത്ത് മരണത്തെ പരാജയപ്പെടുത്താനുള്ള ദൈവപുത്രനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ തൻ്റെ ഗർഭപാത്രം പരിശുദ്ധ റൂഹാക്കി തുറന്നു കൊടുത്തവളാണ് മറിയം. അതിനാൽ തന്നെ ഈ പഴയ നിയമത്തിലെ ഈ ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ വാക്യം,
ഈ സാത്താനോട് ദൈവം പറയാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവളില്ലേ, അവൻ നിന്റെ തല തകർക്കും. അവനെന്നോ അവളെന്നോ മൗലിക പാഠത്തിലാകാം, അവനെന്നോ അവളെന്നോ ആകാം. അതുകൊണ്ട് അവളുടെ അല്ലേ, അവൾ നിന്റെ തല തകർക്കുമെന്നാണ് വിശുദ്ധ ജെറോം വുൾഗാത്ത ബൈബിളിലെ ലളിതൻ പരിഭാഷയിൽ ചെയ്തത്. ഹീബ്രുവിൽ അവൻ തല തകർക്കുമെന്നോ അവൾ തല തകർക്കുമെന്നോ ആകാം. അപ്പോൾ അവൻ തല തകർക്കുമെന്നാകാം, അവളെന്നാകാം. അപ്പോൾ ഈ ദൈവത്തിന്റെ ശത്രുവായ സാത്താന്റെ തല തകർക്കുന്നവളാണ് സ്ത്രീകളിൽ ഏറ്റവും, ഇതാണ് ഞാൻ പറഞ്ഞ സാമ്യം. യായേലും യൂദിത്തും ഇസ്രായേലിന്റെ ശത്രുക്കളെ തല തകർത്തെങ്കിൽ മറിയം ദൈവത്തിന്റെ ശത്രുവായ സാത്താന്റെ തല തകർക്കും. അവൾ നിന്റെ തല തകർക്കുമെന്ന് ഹീബ്രു പാഠത്തിന് തർജ്ജമയാകാം. വിശുദ്ധ ജെറോം വുൾഗാത്തിൽ അങ്ങനെ ചെയ്തത്. ചുരുക്കത്തിൽ പഴയ നിയമത്തിൽ യായേലിനെ കുറിച്ചും യൂദിത്തിനെ കുറിച്ചും പറയാൻ ഉപയോഗിച്ച വാക്കുകളാണ് എലിസബത്ത് മറിയത്തെ സ്തുതിക്കാൻ ഉപയോഗിക്കുന്നത്. ഇസ്രായേലിന്റെ ശത്രുക്കൾ ഉപദ്രവം ഒഴിവാക്കാൻ വീരോചിത വിശ്വാസം ചങ്കുറപ്പും കാണിച്ച വീര വനിതകളായിരുന്നു അവർ, ഈ യായേലും യൂദിത്തും. ശത്രു സൈന്യത്തിന്റെ തലവന്മാരുടെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി ഇസ്രായേലിന് വിജയം സമ്മാനിച്ചവരാണ് രണ്ടുപേരും. പക്ഷെ അല്പം വ്യത്യാസത്തോടെയാണെങ്കിലും മറിയവും അവരെ കാൽപ്പാടുകൾ പിന്തുടരുന്നുവെന്നാണ് എലിസബത്ത് പറയണേ. സമാധാനത്തിന് ഇളയ തമ്പുരാനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന മറിയം മറ്റേത് സ്ത്രീകളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടവളാണ്. ഈ സമാധാനം എന്ന് പറയുന്നത് നശിപ്പിക്കപ്പെടേണ്ട ശത്രു മഹാഭീകരനായിരുന്ന സാത്താനും മരണവുമാണ്. പാപം, മരണം, പിശാച് എന്നിവരെ ചവിട്ടി അരച്ച് വിജയം സമ്മാനിക്കുന്ന രക്ഷകനെയാണ് മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത്. 1 യോഹന്നാൻ 3:8, കത്തോലിക്ക സഭയുടെ മതബോധനം 64, 489 ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. യായേലും യൂദിത്തും ദൈവം നൽകുന്ന രക്ഷയുടെ ഒരു അപൂർണ നിഴലുകൾ മാത്രമായിരുന്നെങ്കിൽ യേശുവിലൂടെ ദൈവം നൽകുന്ന യഥാർത്ഥവും അന്ത്യവുമായ രക്ഷയുടെ വാഹകയാണ് മറിയം. അവളെക്കാൾ ഭാഗ്യം ചെയ്തവര് മറ്റാരുമില്ല. ചുരുക്കത്തിൽ ഈ ഞാൻ പറഞ്ഞല്ലോ, അവൾ നിന്റെ തല തകർക്കും, അല്ലെങ്കിൽ സാത്താനോട് ദൈവം പറയാണ്, അല്ലെങ്കിൽ അവൻ നിന്റെ തല തകർക്കും. സ്ത്രീയും സ്ത്രീയുടെ സന്തതിയും ചേർന്നിട്ടാണ് സാത്താന്റെ തല തകർക്കുന്നത്. യൂദിത്ത് സിസേറായുടെ തല തകർത്തതുപോലെ, യായേല് സിസേറയുടെ തല തകർത്തതുപോലെ, യൂദിത്ത് ഹോളോഫറസ് തല തകർത്തതുപോലെ മറിയവും മറിയത്തിന്റെ സന്തതിയും ചേർന്നിട്ടാണ് സാത്താന്റെ തല തകർക്കുന്നത്, മരണത്തെ നശിപ്പിക്കുന്നത്, പിശാചിനെ തോൽപ്പിക്കുന്നത്, പാപത്തിന് പരിഹാരം കണ്ടെത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മറിയം അനുഗ്രഹിക്കപ്പെട്ടവൾ. അവൾ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. ഒരേ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ അതേക്കുറിച്ചും അടുത്ത ക്ലാസ്സിൽ കാണാം. എബുലോഗമേനെ എന്നാണ് മറിയത്തെക്കുറിച്ച് പറഞ്ഞത്. അത് സ്ത്രീലിംഗം. എബുലോ ഗേമേനോസ് എന്നാണ് ഈശോയെക്കുറിച്ച് പറഞ്ഞത്, ഉദരഫലം. ഒരേ വാക്കാണ് മറിയത്തിനും യേശുവിനും ഉപയോഗിച്ചിരിക്കുന്നത്. അതേക്കുറിച്ച് വിശദമായിട്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ചുരുക്കത്തിൽ എന്തുകൊണ്ടാണ് എലിസബത്ത് യായേലിനെ കുറിച്ചും യൂദിത്തിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്ന അതേ വചനങ്ങളെടുത്ത് മറിയത്തിന് കൊടുത്തിരിക്കുന്നത്? നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ചെറിയൊരു സംഗതിയല്ല എലിസബത്ത് പറഞ്ഞത്. അവൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടാണ് പറഞ്ഞത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പോൾ പരിശുദ്ധാത്മാവ് കൊടുത്ത വരമനുസരിച്ച് ഒരു കണക്ഷൻ കാണുകയാണ് യായേലും മറിയും തമ്മിൽ, യൂദിത്തും മറിയും തമ്മിൽ. അവർ ഇസ്രായേലിന്റെ ശത്രുക്കൾ തോൽപ്പിച്ചുവെങ്കിൽ ദൈവത്തിന്റെ ശത്രുവായ സാത്താന്റെ തല തകർക്കുക മറിയവും മറിയത്തിന്റെ ഉദരഫലവുമാണ്. അതുകൊണ്ട് രണ്ടുപേർക്കും ഒരേ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവൾ, അനുഗ്രഹിക്കപ്പെട്ടവൻ. ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അതേ വാക്ക് മറിയത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇതേക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇങ്ങനെ സ്വർഗവും ഭൂമിയും വാഴ്ത്തിയ ഒരാളാണ് മറിയം. ആ സ്വർഗത്തോടും ഭൂമിയോടും ചേർന്ന് ഗബ്രിയേൽ മാലാഖയോടും എലിസബത്തിനോടും ചേർന്നിട്ടാണ് നമ്മൾ മരിയസ്തുതി ചൊല്ലുന്നത്. തിരുവചനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് മറിയത്തെ സ്തുതിക്കുന്നത്. ഇതിനേക്കാൾ നല്ല പ്രാർത്ഥന വേറെ ഉണ്ടോ? വെറുതെ അല്ലേ കൊന്തയ്ക്ക് ഒരു മാന്ത്രിക ശക്തി ഉണ്ടെന്നൊക്കെ പറയണേ. ആ കൊന്ത ചൊല്ലുമ്പോൾ എത്രയോ പേര് എന്നോട് പറഞ്ഞിരിക്കുന്നു, കൊന്ത ചൊല്ലി ഞാൻ ആ പാപത്തിൽ നിന്ന് രക്ഷപ്രാപിച്ചു, ദുശീലങ്ങൾ ഉപേക്ഷിച്ചെന്ന് എത്രയോ പേര് എന്നോട് പറഞ്ഞിരിക്കുന്നു. ഈ കൊന്ത ചൊല്ലി ഞാൻ ചില ദുശീലങ്ങൾ മാറി, ചില മാന്ത്രിക ശക്തി ഉണ്ടെന്നാണ് പറയുക ആ പ്രാർത്ഥനയ്ക്ക്. കാരണം തിരുവചനങ്ങൾ കൊണ്ട് നെയ്തെടുത്തൊരു പ്രാർത്ഥനയാണിത്. നമുക്കിത് നല്ല അർത്ഥത്തിൽ തന്നെ ചൊല്ലാം. ജപമാലയിൽ മാത്രമല്ല, നമ്മൾ എത്രയോ പ്രാവശ്യം അല്ലാതെ ചൊല്ലുന്നു. നമ്മൾ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി ചൊല്ലുന്നു. സ്വർഗത്തിലെ മാലാഖിയായ ഗബ്രിയേലിനോടും എലിസബത്ത് എന്ന പുരോഹിത ഗണത്തിൽപ്പെട്ട ആ സ്ത്രീയോടും ചേർന്ന്
തിരുവചനങ്ങൾ ഉപയോഗിച്ച് മറിയത്തെ സ്തുതിക്കുകയാണ്. ആ സ്തുതിപ്പിൽ പങ്കുചേരാം. മാത്രമല്ല, മറിയത്തെ എതിർക്കുന്ന ആളുകൾക്ക് ഈ വചനങ്ങളുടെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്ത് അവരെയെല്ലാം തിരിച്ച് മറിയത്തിൻ്റെ സഭയായ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.